ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഹല്ലൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ വലിയൊരു ജോലിയിലാണ് കേട്ടോ. കാരണം ഇന്ന് നമ്മൾ കുറച്ച് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തെ ഈ ഒരു ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഫുള്ള് പായൽ കയറി കിടക്കുകയാണ്. മഴയൊക്കെ പെയ്യുമ്പോൾ എല്ലാ വർഷവും ഇതുപോലെ പായൽ വരും. നമ്മളിത് എല്ലാം ചെത്തി നല്ല രീതിക്ക് തന്നെ ഇത് എടുത്ത് കളയും കേട്ടോ. പക്ഷേ എന്നാലും അപ്പോഴാ ഉണക്കൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് അടുത്ത മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് വീണ്ടും ഇത് തന്നെയാണ് ഗതി. പക്ഷേ ഈ തവണയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ചെടികൾ ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് തൂക്കാനൊക്കെ ഒത്തിരി ഒന്ന് പാടാണ്. അപ്പം ഇന്ന് ഞാനും കല്ലൂസും കൂടി രാവിലെ തന്നെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഈ തിട്ട മൊത്തം അവിടുത്തെ പായൽ മൊത്തം ചീവി കളഞ്ഞിട്ട് അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് ചെടികളൊക്കെ ഒന്നേന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ മഴയൊക്കെ പെയ്ത് പോച്ചയൊക്കെ ഇങ്ങനെ ഇടയിൽ കയറി നിൽക്കുന്നതുകൊണ്ട് തന്നെ ചെടികളൊക്കെ ഈ വെച്ചിട്ട് ഒരു ഭംഗിയൊന്നും ഇല്ല കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് അവിടുത്തെ ആ പോച്ചയൊക്കെ പിച്ചി കളഞ്ഞ് അതുപോലെ തന്നെ ആ പായലെല്ലാം നമ്മളിങ്ങനെ തൂത്ത് കളയുമ്പോൾ നല്ല വെയിലൊക്കെ വരുമ്പോൾ അവിടെ നല്ലൊരു വെട്ടാണ് കേട്ടോ. അങ്ങനെ ഞാനും ഇന്ന് ഈ ഒരു ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. കല്ലൂസാണ് എന്നോട് പറഞ്ഞത് നമുക്കിവിടെ എല്ലാം വൃത്തിയാക്കാമെന്ന്. അപ്പോൾ കല്ലൂസ് ഞാനും കൂടി അടിപൊളിയായിട്ട് വൃത്തിയാക്കാൻ പോവുകയാണ് കേട്ടോ. സാധാരണ ഇവിടെ പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ പെയിൻ്റൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല. കാരണം പെയിൻറ്റിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഇത് ഈ ഒരു പായൽ കയറി വന്നു. പക്ഷേ ചില സമയത്ത് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പായൽ കാണാൻ. കാരണം അത്രയും ഭാഗം മാത്രം നല്ല പച്ചപ്പിൽ നിൽക്കും. പക്ഷേ എന്നാലും മക്കളൊക്കെ അറിയാതെ ഇവിടെ ചവിട്ടി പോയാൽ തെറ്റിയടിച്ച് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഒരു പായൽ എന്ന് പറഞ്ഞാൽ മെഴുമെഴ ഇരിക്കുന്ന ഒരു പായലാണേ. അപ്പം ഇത് അതുപോലെ തന്നെ വീട്ടിൻ്റെ ഭിത്തിയിലോട്ടൊക്കെ ഇത് വ്യാപിക്കുന്നതായിട്ട് കണ്ടു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ വൃത്തിയാക്കാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധം കൂടുതലും കല്ലൂസാണ് ഇത് വൃത്തിയാക്കിയെന്ന് തോന്നുന്നു. കാരണം കല്ലൂസാണ് കൂടുതൽ ജോലി ചെയ്തത്. ഞാൻ അവിടെ നിന്ന് കൊട്ടേഷൻ വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ചെടികളെല്ലാം ഈ ഭാഗത്തോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ ചെടികളെല്ലാം കൂടി ഒത്തു വെച്ചപ്പോൾ അതൊരു നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. കാരണം എല്ലാ ചെടികളും കൂടി കൂടിയിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആ തിണ്ണയിലെടുത്ത് വെച്ചതിനേക്കാളും നല്ല ഭംഗി എനിക്ക് ഈ ഒരു ഇവിടെ വെച്ചപ്പോഴത്തേക്ക് തോന്നി കേട്ടോ. പക്ഷേ ഇങ്ങനെ വയ്ക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് മുറ്റം കുറവാണ്. അപ്പം ഒരു സൈഡിലോട്ട് ഇതെല്ലാം കൂടി കൂട്ടി വയ്ക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ നമ്മൾ രണ്ടാളും കൂടിയൊക്കെ അവിടെ വൃത്തിയാക്കിയിട്ട് ഞാനും കല്ലൂസും കൂടി ചെടികളൊക്കെ പറക്കി അടുക്കിയൊക്കെ വെച്ചു കേട്ടോ. അപ്പോൾ മുന്നേ എന്ന് പറഞ്ഞാൽ എല്ലാ ചെടികളും ഈ തിട്ടയിലായിരുന്നു ഇങ്ങനെ അടുക്കിയായിരുന്നു വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ രണ്ടാമത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് അകലം വിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. കാരണം ഒന്നാമത് ഇപ്പോൾ പാമ്പിൻ്റെയൊക്കെ ശല്യമാണ്. അപ്പോൾ ഈ പാമ്പൊക്കെ ഉള്ള സമയത്ത് നമ്മളോട് എല്ലാവരും വന്ന് പറയാറുണ്ട് ഇവിടെ ഇത്രയും ചെടിയൊന്നും നടരുത്, ചെടിയൊക്കെ ഒന്ന് മാറ്റി വെക്കണമെന്ന് പറയാറുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ അങ്ങനെ അധികം പാമ്പിൻ്റെ ഒരു ശല്യം അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനങ്ങനെ അധികം അതങ്ങനെ ശ്രദ്ധിക്കാൻ പോയില്ല. പക്ഷേ എന്നാലും ഉള്ളിൽ എനിക്കൊരു പേടിയുണ്ട്. മക്കളൊക്കെ ഏത് നേരവും മുറ്റത്തൊക്കെ ഇറങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ ഒത്തിരി അകലം കൂട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ അകലം കൂട്ടി വയ്ക്കുകയാണ്. പക്ഷേ ഈ അകലം കൂട്ടി വെച്ചപ്പോഴത്തേക്ക് നല്ല രീതിക്ക് ചെടികളൊക്കെ ബാലൻസ് വന്നു കേട്ടോ. കാരണം പിന്നെ അത് എടുത്ത് വയ്ക്കാൻ സ്ഥലം ഇല്ലാണ്ടായി. ഞാൻ ഇപ്പോൾ വയ്ക്കുന്ന ഈ ഒരു മണി പ്ലാന്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു മണി പ്ലാന്റ് നല്ല ഭംഗിയുള്ളൊരു മണി പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ അത് ഇനി മാറ്റി എനിക്ക് കുറേ ചട്ടികളിലൊക്കെ ആക്കി വെക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ കൂടുതലും മഞ്ഞ കളറിൽ യെല്ലോ കളറിലുള്ള ചെടികളാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം വെയിലും തണലും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് നമ്മുടെ മുറ്റം എന്ന് പറയുന്നത്. പിന്നെ വെയിൽ വരുമ്പോഴത്തേക്ക് വെള്ളം കുറവ് എന്നുള്ളൊരു പ്രത്യേകത മാത്രമേ നമുക്ക് ഉണ്ടാവാറുള്ളൂ. മഴ പെയ്യുമ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. വെള്ളം കയറും.